ഒരു സുഹൃത്തിൻ്റെ എന്നാണെങ്കിൽ വിവാഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് പോയിരുന്നത്. ഞാൻ ബമ്പർ തിരാട്ട് ടിക്കറ്റുകളൊന്നും എടുക്കാറില്ല. അല്ലല്ല, ഇവിടുന്ന് ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഇത്രയും ലോങ് വന്ന് ഇവിടുന്ന് ആദ്യമായിട്ടാണ്. ഞാൻ സാധാരണ DC ഇട്ട് ബുക്കാച്ചാണ് എടുക്കുന്നത്. 10 ടിക്കറ്റ് വെച്ചാണ്. അതിന് നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഓരോന്നോരോന്ന് കൊടുക്കണം. 10 ടിക്കറ്റ് ഇവിടുന്ന് മാത്രമേ എടുത്തുള്ളൂ. ഇത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അടിക്കുമെന്നുണ്ട്. അത് ഇവിടെ വന്നിട്ട് അറിഞ്ഞത് ഇന്നലെ ഈ റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മൊബൈലിൽ തന്നെ നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സുഹൃത്തിൻ്റെ മോടെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. വളരെ സന്തോഷം. നേരത്തെ 50,000 10,000 അങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനം. ബമ്പർ നേരത്തെ ഒരു കരുനാപ്പള്ളി ചുങ്കത്തി അവിടുത്തെ സ്റ്റാഫിന് അടിച്ചതിൻ്റെ തൊട്ടടുത്ത നമ്പർ 2019 നമ്മുടെ ഒരു 12 കോടി രൂപ അത് തൊട്ടടുത്ത നമ്പറിൽ അതെ ശ്രീമുരുക ലക്കി സെന്ററിൽ നടന്നു. അന്ന് നാട്ടിലാരും പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സുഹൃത്തിന്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. അന്നേരം ഇതിനെ ഈ ടിക്കറ്റ് അല്ല അവരോട് ഒന്നും ഞാൻ പറയാം. ദിനേശ് ഈ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യയും മക്കളൊക്കെ ഇപ്പോഴാണ്, ഇന്ന് രാവിലെയാണ് അവരോട് പറഞ്ഞത്. ഒരുപാട് സന്തോഷം. രശ്മി മോൻ ധീരജ്, മോള് ധീരജ. ഒരുപാട് നാളുകൊണ്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്പർ മിസ്സായി പോകുന്നത് അന്നേരം ഭയങ്കര വിഷമമായിരുന്നു ആളിന്. പിന്നെ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയതുമില്ല ആള്. പറഞ്ഞില്ല. ഇന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചോദിച്ചപ്പം പറഞ്ഞു. ഞങ്ങൾക്ക് ഇച്ചിരി ചോദിച്ചപ്പം പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഒരുപാട് സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ. ഞാൻ കൊല്ലത്ത് വന്ന് ടിക്കറ്റ് എടുക്കണം. ഇതേപോലെ ജയകുമാറിന്റെ നേരത്തെ ജനാർദ്ദൻ നായർ അതിൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ എനിക്ക് തോന്നിയ പ്രൈസുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രൈസുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഇതെടുത്തതാണ്. ഈ ആദ്യമായിട്ടാണ് ഇത്ര ലോങ്ങിലേക്ക് വന്ന് ടിക്കറ്റ് എടുക്കുന്നത്. എനിക്ക് ഫാമൊക്കെ ഞാൻ നടത്തുകയാണ്. ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാവിക്ക് ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫെഡറൽ ബാങ്കാണ്. എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ 2,90,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടൊന്നുമല്ല. അന്നേരം നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും കൂടെ എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണം, ഇപ്പം ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ ചേട്ടന് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന് ചൊല്ലിയാണ് ഇത്ര ലോങ് വന്നത്. നമ്മൾ ആ ബാങ്കിൽ അറിയിച്ച് ബാങ്കുകാർ നമ്മുടെ കൂടെ തന്നെ വന്നത് ബാങ്കുകാർ കൊടുക്കുന്നത്. മോനെ എന്താണ്ട് ഇതാണ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ രാവിലെ ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞേ. അതിന് കാര്യം ഞാൻ അവർ വിചാരിച്ചു കല്യാണം വേണ്ട പോകണ്ടെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഞാനൊരു അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വിവാഹം ഭയങ്കര ഇതായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെ ആയിരുന്നു. നമ്മളായിട്ടായിരുന്നു. എന്താ ആവശ്യം പറഞ്ഞത്? അച്ഛനെ എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ട് ആ സമ്മാനം ലഭിച്ച ടിക്കറ്റാണ് ഇപ്പോൾ ദിനേശ് ഉയർത്തുന്നത്. ദിനേശ് ആ സമ്മാനം ലഭിച്ച ടിക്കറ്റ് ഇതാ. ഈ ടിക്കറ്റിനാണ് 12 കോടി രൂപ പൂജാ ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഈ ടിക്കറ്റ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. സ്വന്തം ഭാര്യയ്ക്കും 2 മക്കൾക്കും അച്ഛനും ഒപ്പമാണ് ഈ കൊല്ലത്തെ കടയിൽ എത്തി ടിക്കറ്റ് വാങ്ങി. അതിൻ്റെ ബില്ലടക്കം കാണിച്ചിരിക്കുന്നു. അദ്ദേഹം പാൻ കാർഡും ആധാർ കാർഡും എല്ലാം സഹിതം എത്തിയിരിക്കുന്നു. ആ ടിക്കറ്റ് ആദ്യം ഇത് എണ്ണയ്ക്ക് കുറച്ച് നാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാനിപ്പം ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. പിന്നെ നമ്മുടെ നാട്ടിൽ
ശുദ്ധരായ കുറേ നാട്ടുകാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധരായതുകൊണ്ട് അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കണം. അല്ല നമുക്ക് വീട് വെച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ളതിന് സർക്കാരും സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽ കേസിനൊക്കെ അങ്ങനെയുള്ള ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ട്. ശുദ്ധരായ ആൾക്കാരെ കുറേ ആൾക്കാരെയൊക്കെ സാമ്പത്തികമായി പറ്റിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ കടക്കട നഷ്ടപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കണം. ദിനേശ് കുമാർ കോടീശ്വരനായിരിക്കും.